പഴുത്ത പപ്പായ അത് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. മറ്റേ പഴയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പപ്പായ കറി വെച്ചാലും വളരെ ഇഷ്ടമാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുമുണ്ട് പപ്പായയ്ക്ക്. പക്ഷേ അതല്ല വിഷയം. നമ്മൾ ഈ പപ്പായ നട്ടു വളർത്തി ഇത് ഇത്രയും പ്രായമായ ഒരു പപ്പായ 2 ആൾ പൊക്കത്തിലെത്തിയ ഒരു പപ്പായ പപ്പായയായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് നിറയെ പൂക്കളാണ്. പപ്പായയ്ക്ക് അങ്ങനെയാണ്, ഈ കായ പിടിക്കാത്ത നിറയെ പൂക്കളാണ്. അപ്പോൾ ഇതിനെ പെൺപപ്പായയാക്കി മാറ്റാൻ ഒരുപാട് വഴികളുണ്ട്. ഒരു 5-6 വഴികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വഴികളിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ ചുവട്ടിൽ ആണിയടിച്ച് അതിൻ്റെ കുറച്ച് ചിറമൊക്കെ കളയുക. അപ്പോൾ ഇതിൽ മൊത്തത്തിലൊരു മാറ്റം വരും, ജനിതക മാറ്റം വരും. അങ്ങനെ പല സ്ഥലത്തും അങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ശരിയായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ രണ്ടാമത് ഞാൻ പറയുന്ന ഒരു വിദ്യയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഈ പപ്പായ നിങ്ങൾ കണ്ടു കാണും, വേറെ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടത്, ഒക്കെ സക്സസ് ആണത്. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഇല്ലെങ്കിൽ അത് ഓർമ്മയിൽ വരുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ രണ്ടാമത് അത് പറയുന്നത്. ഇത് വേറൊരു സ്റ്റൈലാണ്. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാൾ പൊക്കത്തിൽ അല്ലെങ്കിൽ ഒരു 3/4 ആൾ പൊക്കത്തിൽ, ഒരു 4.5 അടി പൊക്കത്തിൽ ഇത് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇത് ഒരു ഏടാകൂടത്തിലാണ് ഇത് നിൽക്കുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ ഒരു സൗകര്യമില്ലാത്തൊരു സ്ഥലമാണ്. മതിലും ഒക്കെപ്പാടുകൂടി തിങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് അടിപൊളിയാണ്, നല്ല പപ്പായയായിട്ട് വരും, ഒരുപാട് പപ്പായ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. ഒരുതരം വയലറ്റ് കളറിലൊക്കെയുള്ള തണ്ടുകളും അതിൻ്റെ മരവും അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ അത് വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ നമുക്ക് കളയാതെ നല്ല രീതിയിൽ പപ്പായ ഉണ്ടാവും. ആദ്യം ഇതിൽ എത്ര പപ്പായ ഉണ്ടാവുമോ അതിൽ കൂടുതലുണ്ടാവാവുന്ന രീതിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇവിടെ വെച്ച് അതൊന്ന് വെട്ടിക്കളയുക. അപ്പോൾ വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ കാണിക്കാം. കാരണം ഈ ഫോൺ ഇവിടെ വയ്ക്കാനൊരു സൗകര്യമില്ല. അപ്പോൾ ഞാൻ ഏതാണ്ട് ഈ മതിലിൻ്റെ പൊക്കം കൊണ്ടോ ആ മതിലിൻ്റെ പൊക്കത്തിൽ വെച്ചിട്ട് ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്യും. ഓക്കെ, കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിതിൻ്റെ ഇതെല്ലാം വെട്ടിക്കളയണം. ഇതിൻ്റെ ചെലപ്പുകളെല്ലാം വെട്ടിക്കളയണം. ഇതൊന്ന് നമ്മളൊന്ന് അരിഞ്ഞ് ക്ലീനാക്കണം കേട്ടോ. കണ്ടോ, ഇത് ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മളിത് അരിഞ്ഞ് നല്ല രീതിയിൽ ഇങ്ങനെ ലെവലാക്കി എടുക്കണം. ഞാനതൊന്ന് ലെവലാക്കി എടുക്കാം. ഇത് ലെവലായി കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ക്രോസായിട്ട് ഇങ്ങനെ ഒരു ഇതിൽ വെട്ടിയെടുക്കണം. നമ്മുടെ പ്ലസ് ചിഹ്നം പോലെ ഇങ്ങനെ വെട്ടിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഏറ്റവും വണ്ണം കുറഞ്ഞ ഒരു കമ്പെടുത്തിട്ട് ഇങ്ങനെ വച്ച് കൊടുക്കുക. ഇനി അതിൽ അല്പം കൂടി വണ്ണം കൂടി വേറൊരു കമ്പ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇപ്പം ഇത് രണ്ടും ഇങ്ങനെയായിട്ടുണ്ട്. ഒന്നും കൂടെ വേണമെങ്കിൽ അമർത്താം. ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് അത് അമർത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചും കൂടി താത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വെള്ളം വീണ് ചീഞ്ഞു പോകാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കൊണ്ടൊരു മൂടി ഉണ്ടാക്കി വയ്ക്കുക. ഇതിലിപ്പോൾ സംഭവിക്കുന്നത്, ഇവിടെ ഒരു ചെനപ്പിൽ 4 ചെനപ്പിൽ നിന്നും ഈ 4 കട്ടിങ്ങിൽ നിന്നും ഓരോ ചെനപ്പുകളുണ്ടാവും. അപ്പോൾ ഇതിലൊന്നുണ്ടാവും, ഇതിലൊന്നുണ്ടാവും, ഇതിലുണ്ടാവും, ഇങ്ങനെ 4 എണ്ണം ഉണ്ടാവും ഇതിനകത്ത്. ഈ 4 എണ്ണവും നന്നായിട്ട് വരും. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. ഇപ്പോൾ നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ നന്നായിട്ട് വളരും. ഇനി നമുക്കതൊന്ന് കെട്ടി വയ്ക്കുക. ഇതുപോലെ വലിയൊരു കൂടെടുത്താൽ മതിയാവും. ഈ കൂട് കൊണ്ടാണ് നമുക്കിത് കെട്ടി വയ്ക്കേണ്ടത്.
ഇത് അടിപൊളിയായിട്ട് നമ്മളിത് കവർ ചെയ്തു. ഇനിയിപ്പോൾ മഴ വന്നാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ നോക്കണ ഇടയ്ക്ക് ഇതിങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ചെനപ്പുകൾ വന്നിട്ടുണ്ടോയെന്ന്. നന്നായിട്ട് ചെനപ്പുകൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ചെനപ്പുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞിട്ട് ഈ കവറെടുത്ത് മാറ്റാം. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഗതി മേപ്പോട്ടുണ്ടാവില്ല. അത് അവിടെ അവിഞ്ഞ് താഴേക്ക് പോകും. അപ്പോൾ അങ്ങനെ ചെനപ്പുകൾ വന്നു കഴിയുമ്പോൾ ഇതെടുത്ത് മാറ്റണം. അതുവരെ നമുക്കിത് ഒന്ന് കെട്ടി വയ്ക്കാം. ഇപ്പോൾ തൊട്ട് താഴെയായിട്ട് കെട്ടി വയ്ക്കരുത്. കുറച്ചും കൂടി താഴ്ത്തിയിട്ട് ഈ ഭാഗത്തായിട്ട് വയ്ക്കുക. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് മുകളിലേക്ക് കൊടുക്കണം. അപ്പോൾ ചെനപ്പുകൾ എവിടെ ഉണ്ടാകുന്നതെന്ന് അറിയില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അത്രയും താഴ്ത്തി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ പരമാവധി സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. കാരണം പല വീഡിയോകളിലും ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് സക്സസ്സാണ്, 95% ഉറപ്പാണ്. ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ കൊണ്ട് പൊട്ടിപ്പോയൊന്ന് അറിയില്ല. ഇനി കാക്കകളൊക്കെ വന്നിട്ട് അതിൽ വെള്ളം ഇറങ്ങിയാലും നമ്മുടെ കവറ് പൊട്ടിപ്പോയിട്ട് വെള്ളം ഇറങ്ങി ചീഞ്ഞു പോയാലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതുണ്ടാവാതിരിക്കാനാണ് നമ്മൾ കവറിട്ട് നന്നായിട്ട് കെട്ടി വച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.